പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. കുട്ടമ്പുഴയിലെ KCB ഏറ്റെടുത്ത സ്ഥലത്ത് നിർമ്മിച്ച കോട്ടേഴ്സുകൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവും. പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും KCB ബോർഡ് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റെടുത്താണ് കുട്ടമ്പുഴയിൽ KCB കോട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പൂയംകുട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായാണ് കുട്ടമ്പുഴയിൽ കോട്ടേഴ്സ് പണിത്. എന്നാൽ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം കുട്ടമ്പുഴയിൽ നിർമ്മിച്ച 25ഓളം കോട്ടേഴ്സുകൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കുട്ടമ്പുഴ സർക്കാർ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വില്ലേജ് ഓഫീസ്, സർക്കിൾ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, ഡ്രൈവിംഗ് പരിശീലന മൈതാനം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന KCB കോട്ടേഴ്സിന്റെ പരിസരത്തു കൂടി പകൽ പോലും പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 1980 ഏതാണ്ട് ഇവിടെ നിന്ന് 16 കിലോമീറ്റർ മാറി പീണ്ടിമേട്ടിൽ പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റവന്യൂ ലാൻഡ് KCB ബോർഡിന് വിട്ടുകൊടുക്കുന്നത്. അത് 240 മെഗാവാട്ട്സിൻ്റെ ഒരു ജലവൈദ്യുത പദ്ധതിയാണ്. പക്ഷേ പിന്നീട് അത് കേന്ദ്ര അനുമതി കിട്ടാതെ വരികയും പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ KCB ബോർഡിലെ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി അന്ന് റവന്യൂ ലാൻഡ് വിട്ടുകൊടുത്തതിനകത്ത് ഏതാണ്ട് 25ഓളം കോട്ടേഴ്സുകളാണ് അന്ന് പണിത്. 1 കോടി രൂപയോളം മുടക്കി ഇവിടെ കോട്ടേഴ്സുകൾ പണിതു. അതോടൊപ്പം പ്രോജക്റ്റ് സൈറ്റിൽ പീണ്ടിമേട്ടിലും 1 കോടി രൂപയോളം മുടക്കി അന്ന് 2 കോടി രൂപ KCB ബോർഡ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ കോട്ടേഴ്സ് പദ്ധതി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ KCB ബോർഡിൻ്റെ തന്നെ ഇരിക്കുന്നു. പക്ഷേ അത് പൊളിഞ്ഞ് നശിച്ച് വന്യമൃഗങ്ങളും സാമൂഹിക വിരുദ്ധരൊക്കെ കയറി വഴി നടക്കാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് ഇതിൻ്റെ പരിസരത്തുള്ളത് അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചെമ്പുകോട്ടയം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെയൊക്കെ വീടുകളിലേക്ക് പോകാനും വരാനുമുള്ള സൗകര്യങ്ങളോ അവരുടെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. ഈ തൊട്ടടുത്ത് 100 മീറ്റർ മാറിയാണ് പോലീസ് സ്റ്റേഷന്, കുട്ടമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂള്, കുട്ടമ്പുഴ വില്ലേജ് ഓഫീസ്, കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നിൽക്കുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ കൂറ്റൻ ചീനിമരങ്ങൾ പോലും വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാം. പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്ന ഈ കോട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് സിജിമോൻ ഫ്രാൻസിസ് പറഞ്ഞു. 2 KCB ബോർഡ് ജീവനക്കാരും ഏതാണ്ട് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് അംഗൻവാടി അടക്കമുള്ള 3 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് KCB ബോർഡ് പദ്ധതി പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ കോട്ടേഴ്സ് എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഇത് സാധാരണ റവന്യൂ ലാൻഡായിട്ട്, അതായത് കുട്ടമ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം മുഴുവൻ വനമായതുകൊണ്ട് വില്ലേജിനോ പഞ്ചായത്തിനോ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ഭൂമിയില്ല. ഇത് കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞിട്ട് ഇത് റവന്യൂ ലാൻഡായിട്ട് സർക്കാരിന് തിരിച്ചു കൊടുക്കണം. അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടേണ്ടത് 1982 ഈ കുട്ടമ്പുഴ 100 ഏക്കർ പാലം മുതൽ പീണ്ടിമേട് വരെയുള്ള PWD റോഡ് ഈ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. പക്ഷേ അവർ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് മെയിൻ്റനൻസ് പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ജനങ്ങൾ പക്ക ദുരിതത്തിലായി കഴിഞ്ഞപ്പോൾ 1999 കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്താണ് ഈ 100 ഏക്കർ പാലം മുതൽ പൂയംകുട്ടി സിമെൻറ്റ് പാലം വരെയുള്ള ആ റോഡ് തിരിച്ച് PWDക്ക് ഹാൻഡ് ഓവർ ചെയ്ത്. അതുപോലെ തന്നെ ഈ കോട്ടേഴ്സും ചെയ്യട്ടെ. എന്തിനാണ് വെറുതെ ഈ സർക്കാർ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.